ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീക വളർച്ചയുടെ വിവിധ നിലകളെക്കുറിച്ചാണ് അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 12 മുതൽ ഉള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദി മുതൽ ഉള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങൾ, ബാല്യക്കാർ, പിതാക്കന്മാർ. അപ്പോസ്തലനായ യോഹന്നാൻ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല കുഞ്ഞുങ്ങളെന്നും ബാല്യക്കാരെന്നും പിതാക്കന്മാരെന്നും വിഭജിച്ചിരിക്കുന്നത്, മറിച്ച് ആത്മീക വളർച്ചയുടെ അനുഭവത്തിലാണ് ഈ 3 വിഭാഗങ്ങളായി വിശ്വാസികളെ തിരിച്ചിരിക്കുന്നത്. അതിൽ കുഞ്ഞുങ്ങൾ, അവരോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം മോചിച്ചിരിക്കിയാൽ, ക്ഷമിക്കപ്പെട്ട പാപമോചനം പ്രാപിച്ച ജീവിതമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത്. ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യപടി എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു എന്നതിൻ്റെ ഉറപ്പാണ്. ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തി ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ മകൾ ആയി മാറിയിരിക്കുന്നു, എൻ്റെ ഭാവി ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമാകുന്നു. ഇതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യത്തെ പടി. കുഞ്ഞുങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നത് ഈ അനുഭവത്തിൽ വന്നിരിക്കുന്നവരെയാണ്. എന്നാൽ അടുത്തതായിട്ട് യോഹന്നാൻ വിളിച്ചിരിക്കുന്നത് ബാല്യക്കാർ എന്നാണ്. നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ, നിങ്ങൾ ശക്തരാകിയാൽ, ദൈവവചനം നിങ്ങളിൽ വസിക്കിയാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു പോരാട്ടമാണ്. ആത്മീയ വളർച്ച പോരാട്ടങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത്. പോരാട്ടങ്ങളില്ലാതെ ആത്മീയ വളർച്ച സാധ്യമല്ല. അവർ പരിശോധനകളെ നേരിടണം. പാപത്തിലേക്ക് വീണ്ടും വശീകരിച്ചു കൊണ്ടുപോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും പ്രതിരോധിക്കണം. വചനത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് അവർക്ക് ഈ ശക്തി ലഭിക്കുന്നത്. ബാല്യക്കാരോട് പറഞ്ഞിരിക്കുന്നു, ദൈവവചനം നിങ്ങളിൽ വസിച്ചിരിക്കിയാൽ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പിശാചിൻ്റെ പരീക്ഷണത്തെ ജയിച്ചത് ഇങ്ങനെയായിരുന്നു. ഓരോ പ്രാവശ്യവും താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ വചനം ആയുധമായിട്ട് എടുത്ത് താനിങ്ങനെ പറഞ്ഞു, ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. വചനം ആയുധമായിട്ട് യേശു എടുത്തപ്പോൾ സാത്താൻ യേശുവിനെ വിട്ട് മാറി എന്ന തിരുവെഴുത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ പോരാട്ടം, അതിൽ നാം ജയിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാവുകയുള്ളൂ. നിരാശ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് ശക്തിയാണ്. പ്രലോഭനങ്ങൾ വരുമ്പോൾ വചനം നമുക്ക് പ്രതിരോധമാണ്. ഭയം വരുമ്പോൾ വചനം നമുക്ക് ആശ്വാസമാകണം. ഈ അനുഭവത്തിൽ നിൽക്കുന്നവരാണ് ബാല്യക്കാർ. ഇന്ന് വചനം കേൾക്കുന്ന എത്ര പേർക്ക് ജീവിതത്തിൽ നിരാശ വരുമ്പോൾ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? പ്രലോഭനങ്ങൾ വരുമ്പോൾ വചനം കൊണ്ട് അതിനെ പ്രതിരോധിച്ച് ജയിക്കുന്ന എത്ര പേരുണ്ട്? ഭയം വരുമ്പോൾ ആശ്വാസമായിട്ട് വചനം എത്ര പേർക്ക് തീരാറുണ്ട്? അങ്ങനെയാണെങ്കിൽ ബാല്യക്കാർ എന്ന അവസ്ഥ നമുക്കും ചേരുന്ന ഒരു പദം തന്നെയാണ്. 3-ാമതായി പിതാക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. പിതാക്കന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ, ആദ്യം മുതൽ ഉള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ. പാപക്ഷമ പ്രാപിച്ച കുഞ്ഞുങ്ങൾ എന്ന അവസ്ഥയിൽ മാത്രം ജീവിക്കുന്നവരും ദൈവത്തിൻ്റെ വചനം വസിച്ച് ദുഷ്ടനെ ജയിക്കുന്നവരും മാത്രമല്ല, ഇതേറ്റവും ഉയർന്ന ആത്മീക നിലയിലുള്ള ആളുകളെയാണ് പിതാക്കന്മാർ എന്ന് വിളിച്ചിരിക്കുന്നത്. പിതാക്കന്മാരെ, ആദ്യം മുതൽ ഉള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. പിതാക്കന്മാരെന്ന് പറയുന്നത് ആത്മീക ജീവിതത്തിൽ അനുഭവത്തിലൂടെ ദൈവത്തെ അറിഞ്ഞവരാണ്, നടപ്പിലൂടെ ദൈവത്തെ അറിഞ്ഞവരാണ്. കഷ്ടങ്ങളിലൂടെയും മാത്രമല്ല, ദൈവത്തിൻ്റെ കരുതലിലൂടെയും ഒക്കെ ദൈവത്തെ അറിഞ്ഞവരാണ്. ഇത് വാസ്തവത്തിൽ വചനം നിറഞ്ഞൊരു ഹൃദയം മാത്രമല്ല, വചനത്തിൻ്റെ അറിവുകൊണ്ട്
തല നിറച്ച ഒരു വ്യക്തിയുമല്ല. ഒരുമിച്ച് ദീർഘനാളുകൾ രണ്ട് വ്യക്തികൾ തമ്മിൽ തുടരുന്ന ബന്ധം, ആ ബന്ധം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അവനെ അറിഞ്ഞിരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന നില. ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, പാപക്ഷമ പ്രാപിച്ചു എന്നതിൽ മാത്രം നാം നിൽക്കരുത്. പോരാട്ടത്തിൽ ജയം പ്രാപിച്ചു എന്നതുകൊണ്ട് മാത്രം നാം തൃപ്തരാകരുത്. നാം അവനെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്നുള്ളതാണ്. അതുകൊണ്ട് നാം നമ്മെ തന്നെ പരിശോധിക്കുക. പാപക്ഷമയുടെ സന്തോഷത്തിൽ മാത്രം നിൽക്കുന്ന കുഞ്ഞുങ്ങളാണോ നമ്മൾ? അതോ പോരാട്ടത്തിൽ മാത്രം ജയിക്കുന്ന ബാല്യക്കാരെന്ന അവകാശവാദം മാത്രമാണോ? അതോ ദൈവത്തെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ അറിയുന്ന പിതാക്കന്മാരെന്ന അവസ്ഥയിലാണോ? ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. ക്ഷമയുടെ സന്തോഷത്തിൽ നിന്ന് ജയത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മൾ ദൈവത്തെ കൂടുതൽ ആഴമായി അറിയുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മെ ദൈവം വളർത്തട്ടെ. സ്വർഗീയപിതാവേ, ആത്മീയ വളർച്ചയെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങളെ ഈ അവസ്ഥയിലേക്ക് അങ്ങ് വളർത്തണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.